ഹലോ നാട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ആൻപോളോഗ്രാഫി. ഞാനും ഡാനിയലും ഞങ്ങൾ ഇന്ന് സാറ്റർഡേ രാവിലെ ഞങ്ങൾ ഓടാൻ പോവാണ്. ഇവിടെ UK വന്നപ്പോൾ തൊട്ട് ഞാൻ പണ്ട് സ്വാൻസിയിൽ താമസിച്ചപ്പോൾ തൊട്ട് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് വൈകിട്ട് വരെ പുറത്തോട്ട് നോക്കിയിരുന്ന കാണാൻ പറ്റും. ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ നോക്കിയാലും ആൾക്കാർ ഓടുന്നുണ്ടാവും. ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ അങ്ങനെ ചൂടെടുത്ത് വേർത്തൊഴുകുമൊന്നുമില്ല. അപ്പം ഓടുമ്പോൾ കുറച്ചും കൂടെ ബോഡി വാം ആവും. അപ്പം ആൾക്കാർക്ക് അതൊക്കെ ഭയങ്കര ഇവിടുത്തെ ആൾക്കാരൊക്കെ അത് ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഓടാൻ ആഗ്രഹിക്കുന്നവർക്കും ആ ഒരു എൻഡ്യൂറൻസ് കൂടാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു പ്രോഗ്രാമാണ് ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോണേ. ഇതിനു മുന്നേ ഒരു തവണ ഞാൻ പോയിട്ടുണ്ട്. ഡാനിയൽ ഒരു 2-3-4 തവണ പോയിട്ടുണ്ട്. ഇപ്പം 3 തവണ പോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സാറ്റർഡേ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ നമ്മുടെ ലൊക്കാലിറ്റി തന്നെ പല പല ഭാഗങ്ങളിൽ 5K റണ്ണിങ് ഒരു കമ്മ്യൂണിറ്റി ഇവൻ്റ് പോലെയാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓടാനും നടക്കാനും ഒക്കെ പറ്റും. അതായത് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് ഒരു 5K അവർ സ്റ്റാർട്ടിങ് പോയിൻറ്റും ഫിനിഷ് പോയിൻറ്റും ഒക്കെ അവരുടെ കയ്യിലും ഉണ്ടാവും. ഒരു ലൂപ്പായിരിക്കും, അത് ഒരു ട്രെയിലായിരിക്കും. അപ്പം 5K ആണ് നമ്മളിന്ന് ഓടുന്നത്. ഞാൻ കുറച്ച് നടക്കുമായിരിക്കും, ഓട്ടോ നടത്തമൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. ഇതിൻ്റെ പേര് പാർക്ക് റൺ എന്നാണ്. ഇപ്പം നിങ്ങൾ UK ലിവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. എല്ലാ സാറ്റർഡേയും 9 o'clock ഒരു 8:45 ആകുമ്പോൾ നമ്മൾ എത്തിയാൽ മതി. പിന്നെ പല പല ലൊക്കേഷനിൽ നമുക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ അവിടെ പോയ സ്ഥലത്തല്ല ഇപ്പോൾ പോകുന്നത്. സ്വാൻസിയിൽ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു ഓടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 35 മിനിറ്റ് 40 മിനിറ്റിനുള്ളിൽ 5K ചെയ്യാറുണ്ട്, ഓട്ടം നടത്തമൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഓടുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ അതിൻ്റെ ആ ഒരു നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻറ്റും ഫിനിഷ് പോയിൻറ്റും പറ്റുന്ന വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർക്ക് റൺ ആണ്. സോ വെൽക്കം ബാക്ക് ടു സാറ്റർഡേ വ്ളോഗ്. അപ്പം നമ്മൾ പാർക്ക് റണ്ണിന് പോകുമ്പോൾ വേറൊരു കാര്യം വേണ്ടത്, നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ ചെയ്യണം. നമുക്കൊരു ബാർകോഡ് ഉണ്ടാവണം. അപ്പം നമ്മൾ ഓടാൻ തുടങ്ങുന്നതിന് മുന്നേ ഓടി കഴിഞ്ഞ് വരുമ്പം ഇവർ ബാർകോഡ് സ്കാൻ ചെയ്യും. അപ്പം നമുക്കറിയാൻ പറ്റും നമ്മൾ എത്രാമത്തെ ആളായിട്ടാണ് ഫിനിഷ് ചെയ്തതെന്നൊക്കെ. ഭയങ്കര ഓട്ടക്കാരുടെയൊക്കെ കൂടെ ആയിരിക്കും നമ്മൾ ഓടുന്നത്. പക്ഷേ കുറച്ച് ലാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്താലും കുഴപ്പമില്ല. എല്ലാവരും ഭയങ്കര എൻകറേജിങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഒരു ഇവൻ്റ് ആയിട്ടാണ് എനിക്കിത് എപ്പോഴും തോന്നാറ്. പിന്നെ അമ്മമാരൊക്കെ പ്രാമിലൊക്കെ വരാറുണ്ട്. പ്രാം തള്ളിക്കൊണ്ട് തന്നെ അവർ 5K ഫിനിഷ് ചെയ്യും. അവർ ഓടണം എന്നൊന്നുമില്ല, അവർ നടക്കും. അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരെയും അവർ സപ്പോർട്ട് ചെയ്യുന്നൊരു ഈവൻ്റാണിത്. അപ്പം നിങ്ങൾക്കിങ്ങനെ ഓടിത്തുടങ്ങാനും 5K 10K അങ്ങനെ ആ ഒരു രീതിയിൽ പ്രോഗ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നിങ്ങൾ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രാമതായിട്ട് ഫിനിഷ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഇതൊരു ഫ്രീ ഇവൻറ്റുമാണ്. അപ്പം ഞാൻ ഇനി ഓടിക്കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നുണ്ടാവുള്ളൂ, വോയിസ് ഓവർ. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കാം. I won't go down. You ready? No, you never. My dick's up here. This is good. It's like... Let me stretch alone, bitch. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ഓടിയപ്പോൾ ഇത്ര ആൾക്കാരില്ലായിരുന്നു. ഞാൻ പറയുന്നതെല്ലാം കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. തുടങ്ങിയിട്ടില്ല. തുടങ്ങി കഴിയുമ്പോൾ പിന്നെ എൻ്റെ മാത്രമേ കേൾക്കാൻ പറ്റൂ. അത് കാരണം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കില്ല. പേടിയാവുന്നു. കൊച്ചു പിള്ളേർ വരെ ഉണ്ട്. എല്ലാവരും ഭയങ്കര ഓട്ടക്കാരായിരിക്കും. നമ്മളെക്കാട്ടിയൊക്കെ സ്പീഡിൻ്റെ ഓട്ടക്കാർ ഓടിപ്പോവും.
കുറച്ച് കഴിയുമ്പോൾ ഞാൻ നടക്കാൻ തുടങ്ങും. എന്തോരം ആൾക്കാരത്, 200 ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ 199 ഫിനിഷ് ചെയ്യുക. നല്ല കോൺഫിഡൻസാണ് കേട്ടോ. ഇതാണെങ്കിൽ കുറച്ച് എന്താ കുറച്ച് അപ്ഹില്ലൊക്കെ ഉള്ളൊരു ട്രെയിലാണെന്നാണ് തോന്നുന്നത്. എനിവേസ് നല്ല ലൊക്കേഷനാണ്. വി ഫോർ വിക്ടറി, സ്റ്റോൺ ഫേസ്. ഓ ലവ്ലി. No. Do you know what I mean? Huh? 30 minutes for you and it's 40 minutes probably for me. ഓടി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നല്ല അടിപൊളി ലൊക്കേഷനാണെന്ന് മനസ്സിലായത്. നമ്മൾ ഓടി ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു ഒരു ട്രെയിലായിരുന്നു. ബീച്ചിൻ്റെ സൈഡിൽ എന്താ നമ്മുടെ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ടായിരുന്നു, ട്രെയിനൊക്കെ പോകുന്നത് കാണാൻ പറ്റി. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം ട്രെയിനൊക്കെ പോകുന്നുണ്ടായി. അപ്പം നല്ല അടിപൊളി ഒരു ലൊക്കേഷനായിരുന്നു നമ്മൾ ഓടാൻ ചൂസ് ചെയ്ത് ഇപ്രാവശ്യം. ഇപ്പോൾ സാറ്റർഡേയ്സ് ആണെങ്കിൽ നിങ്ങൾ ഓടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നല്ല അടിപൊളി ഒരു ഓപ്ഷനാണ് പ്രോഗ്രസ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ 200 പേരുണ്ടെങ്കിൽ 199 ഞാൻ ഫിനിഷ് ചെയ്യാമെന്ന്. 218 പേരുണ്ടായിരുന്നു, ഞാൻ 199 ഫിനിഷ് ചെയ്തത്. Well done. This is the last lap. Should we take a photo or video? Smile. ഡാനിയൽ ഫുൾ 5K ഓടി. ഡു യു നോ യുവർ പൊസിഷൻ യെറ്റ്? നോ. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്രാമതാണ് ഫിനിഷ് ചെയ്തതെന്നൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. പിന്നെ ഞാനൊരു 2.5 കിലോമീറ്റർ വരെ നിർത്താതെ ഓടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ദൂരം നടന്നു. പിന്നെ അവസാനത്തെ ആ ഒരു 400 മീറ്റർ നല്ല രീതിക്ക് ഫാസ്റ്റായിട്ട് ഓടി. കുറേ പേരെയൊക്കെ പുറകിലാക്കാൻ നോക്കിയായിരുന്നു. അങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളി ലൊക്കേഷനായിരുന്നു. സൈഡിൽ ബീച്ചും പിന്നെ ട്രെയിനും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. നല്ല സൂപ്പർ ലൊക്കേഷൻ. ഇതിങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു 20 മിനിറ്റ് ഡിസ്റ്റൻസിൽ ഒരു 3-4 പാർക്ക് റൺസ് നടക്കാറുണ്ട് എല്ലാ സാറ്റർഡേയും. ഇതിപ്പം UK പല ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പാർക്ക് റൺസ് കാണാൻ പറ്റും. ഇത് ഭയങ്കര റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി. ഞങ്ങളിപ്പോൾ ഓടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പം നമ്മൾ ലിഡിൽ വന്നേക്കുക. ലിഡിൽ ഇവിടെ ഒരു പേസ്ട്രി സെക്ഷൻ ഉണ്ടല്ലോ, അപ്പം എന്തെങ്കിലും വാങ്ങിക്കാം, പിന്നെ കുറച്ച് മുട്ടയും വാങ്ങാം. ഇതാണ് നമ്മുടെ പരിപാടി. അത് കഴിഞ്ഞ് വീട്ടിൽ പോവുക, റെസ്റ്റ് എടുക്കുക, ഭക്ഷണം കഴിക്കുക. ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ബാക്കിയുണ്ട്. സോ ഡിന്നർ ഇന്ന് കുക്ക് ചെയ്യേണ്ട. നമ്മൾ ഇന്നും ബിരിയാണി കഴിക്കും. ഇവിടെ ബേഗൽ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഇവിടെ എല്ലായിടത്തും കിട്ടുന്നതായിരിക്കും, പക്ഷേ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ഈ അടുത്ത് ഇവൻ്റെ വീട്ടിൽ പോയപ്പം അവർ ബേഗൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, എടാ എന്താ ബേഗൽ, നല്ല ഫാൻസി നെയിമാണല്ലോ, എനിക്കിതുവരെ നമ്മൾ വീട്ടിൽ വാങ്ങാത്ത എന്താ? അവൻ പറഞ്ഞു ബേഗൽ ഇവിടെ അവൻ്റെ വീട്ടിലെല്ലാവരും കഴിക്കാറുണ്ട്. അതൊരു ബ്രെഡ് പോലത്തെ ഒരു സാധനം, വട്ടത്തിൽ നമ്മുടെ വട പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ നീ വാങ്ങാത്ത, ഇത്ര ഫാൻസി ആയിട്ടുള്ള പേരൊക്കെ ഉണ്ടായിട്ട് നീ എന്താ ബേനു? അവനത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വാങ്ങാത്തതെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ബേഗൽ കഴിച്ചു നോക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രീറ്റ് എന്ന് വിചാരിക്കും. അതെ, പക്ഷേ എനിക്ക് ഡോണറ്റ് ഇഷ്ടമല്ല. പക്ഷെ എന്തെങ്കിലും വാങ്ങുന്നു. ഐ ഗെറ്റിംഗ് എ ബേഗൽ. ഈ സാധനമാണ് കേട്ടോ ബേഗൽ എന്ന് പറഞ്ഞാൽ. വട പോലെ നടുക്കൊരു ഓട്ട. ഇസ് ഇറ്റ് ഫ്രഞ്ച് ഓർ ബ്രിട്ടീഷ്? I'm only going to say because it says New York style. It's American. അമേരിക്കൻ ആണ്. But I know. ഞങ്ങൾ എപ്പോഴും ഈ ഹോട്ട് ക്രോസ് ബൺസ് വാങ്ങിക്കാറുണ്ട് ചായയുടെ കൂടെ കഴിക്കാൻ. ബേഗൽ എടുത്തിട്ട് നമുക്ക് പിക്ക് വൺ. ആ ലുക്സ് പ്രോപ്പർ. പിന്നെ ക്രംപറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ നാട്ടിൽ അപ്പത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. ഇതിൽ ഒരെണ്ണം ഇന്ന് ഓടിയൻ്റെ ട്രീറ്റാണ് നമുക്ക്. നല്ല ബ്രെഡിൻ്റെ മണം. I want to see what you pick and then I'll pick.
ഇതിന് നല്ല ടേസ്റ്റാണ്, മേപ്പിൾ ആൻഡ് പെക്കൻ. പിന്നെ ഇത് ആപ്പിൾ ടേൺ ഓവർ. ഡാനിയിൽ ഇന്ന് ഡോണറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഭയങ്കര മധുരം, അത്രയും മധുരം എനിക്ക് വേണ്ട. സിനമൺ ബൺ, ഇറ്റ്സ് ബൺ നോട്ട് സിനമൺ സ്വോൾ. ഇതെടുത്താലോ? ഇത് ഭയങ്കര അതെ സാധനത്തെ പണിയാ. What's that one? That's a better called salt bun. No, that's Belgian bun. നിൽക്കുക, ഞാൻ ഇതൊരു തീരുമാനമാക്കട്ടെ. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. My brain is fried. I need concentration to pick I'm this. going to go for the Dr. Bun now. പാനോ ചോക്ലേറ്റ് ആണ് എടുത്തത്. ഞാൻ അവിടെ കാലറി നോക്കി കുറേ നേരം ഇരുന്നു. ലാസ്റ്റ് ഒരു 300 കാലറിയുടെ തന്നെ കിട്ടിയുള്ളൂ. ഒരു 250യുടെ പുറത്താണ് എല്ലാം വരുന്നത് അവിടെ വെച്ചേക്കുന്ന എല്ലാ ബേക്കറി ഐറ്റംസും. അപ്പം what's that? Salmon. This one. Pan au chocolat. Parma chocolate. Chili chicken. ബേഗലിൻ്റെ കൂടെ ഡാനിയൽ ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കുക, അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കതിന് സാൽമൺ ഇഷ്ടമല്ല. അത് കാരണം സാൽമൺ എനിക്ക് പച്ചക്കല്ല ഇങ്ങനെ വെളുത്തിരിക്കുന്ന ചോന്നിരിക്കുന്ന രീതിയിൽ കുക്ക് ചെയ്ത് ഇഷ്ടമല്ല. Have you tried? Do you know what sausage is? Yes. Okay. Do you want to have that with the chicken? Yep. Does that work? Cool, darling. Let's do it. In this food shop, Yeah. well known for just having in the middle of the shop just absolute most random crap at really cheap prices, not good quality, likely break in a few days of using it. Yeah. But it's just really fun to go there. ഡാനിയൽ പറയുന്നത് ആ മിഡിൽ ഓഫ് ലിഡിൽ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടല്ലോ, എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഷോപ്പ് ചെയ്യുമ്പം You want one of these? There you go. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലത്തെ അല്ലറ ചില്ലറ കച്ചറ ഐറ്റംസ്, വീട്ടിലെ സാധനങ്ങൾ, നമ്മളെ ഇമ്പൾസീവായിട്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാനുള്ളൊരു സെക്ഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് റാൻഡമായിട്ട് ചിലപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കിട്ടും, ചിലപ്പോൾ ഒട്ടും യൂസ് ഇല്ലാത്ത സാധനവും കിട്ടും. ഈസ്റ്റർ റീത്ത്. അപ്പം വെറുതെ ഭക്ഷണം വാങ്ങാൻ വരുന്നവരെ പ്രലോഭിപ്പിച്ച് ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നതാണ് ലിഡിലിൻ്റെ മിഡിൽ സെക്ഷൻ. ഡാനിയൽ ഇത് നോക്കി നടന്ന സാധനമാണെന്നാണ് പറയുന്നത്. ഗാർഡനിലിരുന്ന് പണിയെടുക്കുമ്പോൾ മുട്ട് വേദന എടുക്കാതിരിക്കാൻ മുട്ടിൻ്റെ അടിയിൽ വെക്കുന്ന സാധനം. 2 പൗണ്ട്. 20 പൗണ്ട്, 2000 രൂപയ്ക്ക് നമുക്ക് ഫുഡ് സീൽ ചെയ്യുന്ന മെഷീൻ കിട്ടും. We don't need that. I would never buy anything electronic here. ഇവിടുന്ന് okay. This is just phone. You can't really go wrong with phone, you know? So I'm happy to take the risk of buying. ഞങ്ങൾ നല്ല അറിയാം, ഇവിടുന്ന് ഇലക്ട്രോണിക്സ് ഒന്നും വാങ്ങാറില്ല, പക്ഷേ ഇങ്ങനത്തെ കച്ചറ സാധനങ്ങൾ വാങ്ങാൻ നല്ല സെക്ഷനാണ്. എനിവേസ്, പിസ്റ്റാഷ്യോ ഞങ്ങൾ ലിഡിൽ അങ്ങനെ വരാറില്ല, വരുമ്പോൾ നല്ല എൻ്റർടൈനിങ് ആണ് കുറച്ച്. ആണ് നമ്മുടെ മുട്ട എടുത്തു, 2 പാക്കറ്റ് എടുത്തു. 2 പാക്കറ്റ് 3 പാക്കറ്റൊക്കെ വേഗം തീരും നമ്മുടെ വീട്ടിൽ. ഞാനാണ് വീട്ടിലെ മുട്ട തീനി. നമ്മളിനി വീട്ടിൽ പോവാണ്. നമ്മുടെ പച്ചക്കറി, പഴം, പേസ്ട്രി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി വീട്ടിൽ പോവാണ്. നമ്മൾ ബേഗിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പാക്ക് റൺ വീഡിയോ ഇത്രയേ ഉള്ളൂ. സി ബൈ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.